നമസ്കാരം. ഈ കാർഡിൽ നിന്ന് തുടങ്ങാം. മനോരമയുടെ ഒരു വാർത്താ കാർഡാണ്. വോട്ടെണ്ണലിന് മുമ്പ് തലസ്ഥാനം വിട്ട് മുഖ്യമന്ത്രി എന്ന തലക്കെട്ട്. ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? അതായത് ഈ കള്ളന്മാരൊക്കെ സ്ഥലം വിട്ടു എന്ന മട്ടിലുള്ള ഒരു പറച്ചിലുണ്ടല്ലോ, അതാണ് ഈ തലക്കെട്ട് എന്ന് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. മനോരമയ്ക്ക് അത് എഴുതിയിട്ട് എന്തോ സംതൃപ്തി കിട്ടിയതുപോലെയില്ലേ? അതിൻ്റെ സംതൃപ്തിയുടെ തുടർച്ച നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മതി. ഈ തലക്കെട്ടിനെ പിന്തുടർന്ന് അതിൻ്റെ ആ ലെവൽ ഏറിയും കുറഞ്ഞുമുള്ള ആഖ്യാനങ്ങൾ നമുക്ക് വലിയ തോതിൽ ഉള്ള സൈബർ അറ്റാക്ക് എന്നൊക്കെ ചിലർ പറയും. ഇത് വാർത്തയുടെ തുടർച്ചയായിട്ട് തന്നെ ആഖ്യാനം ചെയ്യാവുന്ന രീതിയിലുള്ള പരിപാടികൾ സോഷ്യൽ മീഡിയയിൽ കാണാം. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ചിത്രങ്ങൾ നിരവധിയുണ്ട്. പിണറായിയും ഭാര്യയും പെട്ടിയൊക്കെ എടുത്ത് പോകുന്നതും കരയുന്നതൊക്കെ രാഷ്ട്രീയ ആഖ്യാനങ്ങളാണ്. അതിന് നല്ല തുടക്കം നൽകാൻ മനോരമയുടെ ഈ തലക്കെട്ടിന് കഴിഞ്ഞു. മുഖ്യമന്ത്രി കണ്ണൂരിലേക്ക് മടങ്ങിയതാണ് സംഭവം. വി.ഡി. സതീശൻ പറവൂരിൽ നിന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി തലസ്ഥാനത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. കന്റോൺമെൻറ്റ് ഹൗസിലാണ് ഫലം കാണുക. പിണറായി വിജയൻ അവിടെ നിന്ന് കാണും, കണ്ണൂരിൽ നിന്ന്. അപ്പോഴുള്ള ഓപ്പറേഷനുകൾക്കും ഒക്കെ തലസ്ഥാനമാണ് നല്ലത് എന്നതുകൊണ്ടാണോ എന്നറിയില്ല. വി.ഡി. സതീശൻ ഇത്തവണ ഇവിടെയാണ്, സാധാരണയുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട്. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നിന്നാണ് ഫലം അറിയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാലും പ്രതികൂലമായാലും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? 3 മുന്നണികൾ, അവരെ നയിക്കുന്ന നേതാക്കൾ, അതിനപ്പുറം കുറേ സ്ഥാനാർത്ഥികൾ, ഇവരുടെയൊക്കെ അവസ്ഥ എന്താകും? ഈ വീഡിയോയിൽ നമ്മൾ അതാണ് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം LDF-ൽ നിന്നും പിണറായിയിൽ നിന്നും തന്നെ തുടങ്ങാം. എക്സിറ്റ് പോളുകൾ കുറഞ്ഞ സാധ്യത കൊടുത്ത മുന്നണി LDF ആണ്. മാധ്യമങ്ങൾ കഴിഞ്ഞ 5 വർഷവും പ്രതിപക്ഷത്തെ അധികാരത്തിലേറ്റാനുള്ള നറേറ്റീവുകൾ സൃഷ്ടിച്ചിരുന്നു. മനോരമ മുതലുള്ള പത്രങ്ങളും മീഡിയ വൺ മുതൽ ഏഷ്യാനെറ്റ് വരെ ഒരു വിഭാഗം ചാനലുകളും അവരുടെ സ്റ്റാർ അവതാരകരും അതികഠിനമായി പരിശ്രമിച്ചു. അതിൻ്റെ ഒടുവിലത്തെ വാർത്തയായിരുന്നു മുഖ്യമന്ത്രിയുടെ മടക്കം. 10 വർഷം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ ഔദ്യോഗിക കാലാവധിക്ക് ശേഷം സ്റ്റാഫിനോടും ഔദ്യോഗിക വസതിയിലെ യാത്രക്കാരോടും ജീവനക്കാരോടും യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. പിരിഞ്ഞു പോകുന്നില്ല, ഇനിയിപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നാൽ കാവൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിൽക്കും. ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. വല്ല സോളാർ അഴിമതി കേസിൽപ്പെട്ട് നാണം കെട്ട് കടന്നുപോയ ജനപ്രതിനിധികളെ, അഴിമതി കേസുകളിൽപ്പെട്ട് ജനം തള്ളിക്കളഞ്ഞ ജനപ്രതിനിധികളെ, ബലാത്സംഗ കേസിലും നിർബന്ധിത ഗർഭഛിദ്ര കേസിലും ഒക്കെ പെട്ട് നാണം കെട്ട് മുങ്ങി നടന്ന MLA-മാരെ, അത്തരക്കാരെയൊക്കെ ഇപ്പോഴും ഹീറോയായി കൊണ്ടു നടക്കുന്ന, അവരുടെ പ്രസ്താവന കോഴിമുട്ട ഇടും പോലെ അടവച്ച് വിരിയിക്കുന്ന മനോരമയുടെ സ്ക്രീനിൽ വന്ന തലക്കെട്ട് കണ്ടപ്പോൾ ആരായാലും ഒന്ന് അന്തിച്ചു പോകും. അവരെ പോലുള്ളവർ സ്ഥലം വിട്ടു എന്നൊക്കെ പറയേണ്ടിടത്ത് അവരെ മാന്യന്മാരാക്കി നല്ല ഉടുപ്പൊക്കെ ഇടുവിച്ച് വീണ്ടും ഉയർപ്പിക്കുന്ന മാധ്യമപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലം വിടൽ മാധ്യമപ്രവർത്തനം. പിണറായി വിജയനോടുള്ള കലിപ്പ് തീരാതെ ഒരു തലക്കെട്ടിട്ട് സംതൃപ്തി കണ്ടെത്തുന്ന പരിപാടിയാണ് ഇവിടെ കണ്ടത്. ഓരോ ജനപ്രതിനിധികൾക്കും ഓരോ ശൈലിയാണ്. നമ്മൾ വളരെ ചുരുങ്ങിയ ഒരു 10-20 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ തലസ്ഥാനത്തടക്കം ഉണ്ടായിരുന്ന കാലങ്ങളിൽ നേതാക്കന്മാരെ നിരീക്ഷിച്ചാൽ നമുക്ക് അവരുടെ ശൈലികൾ മനസ്സിലാവും. ഇപ്പം പിണറായി വിജയനാണെങ്കിൽ 3 സാഹചര്യങ്ങളിലാണ് ആവേശപൂർവ്വം പെരുമാറുന്നത് കാണാറുള്ളത്. ഒന്ന്, വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ഘട്ടത്തിൽ, അത് നാട്ടിലായാലും ആഭ്യന്തരമായി പാർട്ടിയിലായാലും എവിടെയായാലും, അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളിൽ മൂപ്പർക്ക് ഒരു തളർച്ചയും കാണില്ല. അപ്പോൾ നല്ല ഉഷാറാവും. രണ്ടാമത്തേത് പാർട്ടി സമ്മേളന കാലത്താണ്. 3, തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത്. ഈ പ്രചരണ കാലത്തിന് ശേഷം അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് മിക്കപ്പോഴും സ്വന്തം നാട്ടിലായിരിക്കും. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെ പാർട്ടി ഓഫീസിലൊക്കെ പോയി ഫലം കണ്ട് ഒരു തീരുമാനത്തിലെത്തി മടങ്ങുകയാണ് പതിവ്. ഇത്തവണയും അത് പതിവ് പോലെ ഉണ്ടായി എന്നുള്ളതാണ്. അതിന് ഫലം അറിയുന്ന ദിവസത്തിലേക്ക് അദ്ദേഹം നാട്ടിലേക്ക് പോയി എന്നുള്ളതാണ്. LDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടരും എന്ന പ്രതീക്ഷയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തുന്ന നിരീക്ഷകരിൽ ഭൂരിഭാഗവും പങ്കുവെക്കുന്നത്. എന്നാൽ പകരം ഒരു പുതിയ തലമുറയുടെ സാധ്യത തേടുമോ എന്ന് വിലയിരുത്തുന്നവരുണ്ട്. പിണറായിക്ക് പകരം എന്ന ആലോചന വളരെ ന്യൂനപക്ഷമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. മത്സരിക്കുന്നവരിൽ KK ശൈലജ ടീച്ചറാണ് പിണറായി കഴിഞ്ഞാൽ പാർട്ടിയിൽ സീനിയർ. പിന്നാലെ KN ബാലഗോപാൽ, TP രാമകൃഷ്ണൻ, P രാജീവ്, ഇങ്ങനെ വലിയൊരു നിര ഉണ്ട്. പ്രോമിസിംഗ് ആയ നേതാക്കളുടെ ഒരു നിര CPM-ന് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ചർച്ചകളുടെ വാതിൽ തുറന്നാൽ സാധ്യതകളുടെ വലിയ ചർച്ചയ്ക്ക് വേറെ അവസരമുണ്ട്. പ്രാഥമികമായി ഒരു തർക്കത്തിന് ഇടയുണ്ടാകില്ല എന്ന് ഭരണം കിട്ടിയാൽ CPM-നെ സംബന്ധിച്ച് ഉറപ്പിക്കാനാകും. എന്നാൽ CPM പ്രതിപക്ഷത്താണെങ്കിലോ അവരുടെ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞ് ഭരണം കിട്ടിയില്ല എന്ന് വെക്കുക. അന്നങ്ങനെ വന്നാൽ എന്താകും സ്ഥിതി? അതിൽ ഒരു വ്യത്യസ്തത ഉള്ളത് CPM-നെ സംബന്ധിച്ച് ഭരണം കിട്ടിയാൽ കിട്ടി, പ്രതിപക്ഷത്താണെങ്കിൽ രാഷ്ട്രീയമായി പാർട്ടിയുടെ ഊർജ്ജം തിരിച്ചു പിടിക്കുന്ന ഒരു പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അസാധാരണമായി ഒന്നും സംഭവിക്കാൻ സാധ്യതയുമില്ല. കഴിഞ്ഞ 5 വർഷം ഇത്തവണെങ്കിലും അധികാരം പിടിക്കണം, അല്ലെങ്കിൽ പാർട്ടി ഉണ്ടാകില്ല, അധികാരത്തിലേറുകയാണ് പ്രഥമ ദൗത്യം എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ മുന്നണിയാണ് UDF. എന്നാൽ LDF-ന്റെ പ്രവർത്തന ശൈലി വ്യത്യസ്തമാണ്. അധികാരമുണ്ടെങ്കിലേ പാർട്ടി മുന്നോട്ട് പോകൂ എന്ന രീതി അവർക്കില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പാർട്ടി ഊർജ്ജസ്വലമാകും എന്നത് ഒരു സിദ്ധാന്തമാണ്. അവരെ ഭൂതകാലം പരിശോധിച്ചാൽ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക,
അങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നത് CPM-നോ LDF-നോ ഒരിക്കലും മുഖ്യ മുദ്രാവാക്യം ആക്കേണ്ടി വന്നിട്ടില്ല. അവരടിത്തട്ടിൽ ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ടിട്ടുള്ളത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് താൻ. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിൽ കൂടി CPM ഭരണത്തിലില്ലാതാവുക എന്നാൽ ദേശീയ തലത്തിൽ തന്നെ ജനാധിപത്യ വിശ്വാസികൾക്ക് നിരാശ സമ്മാനിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ലോക്സഭയിലെ 18 അംഗങ്ങളുള്ള UDF-ൻ്റെ വലിയ നിര MP-മാരുണ്ടായിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലുകൾക്കെതിരെ ഉള്ള ശബ്ദം കേരളത്തിന് വേണ്ടിയും BJP സർക്കാരിനെ എതിരായി ഉയർത്തുന്നതിന് വേണ്ടിയും രാജ്യസഭയിൽ വല്ല ജോൺ ബ്രിട്ടാസോ ശിവദാസനോ റഹീമോ ഒക്കെ എഴുന്നേൽക്കണം എന്നതാണ് സ്ഥിതി. എന്നാൽ കേരളത്തിൽ അതല്ല. ഭരണപക്ഷത്തിരിക്കുന്ന CPM-നേക്കാൾ പ്രതിപക്ഷത്തുള്ള CPM ഊർജ്ജസ്വലമാകും, UDF-നെ സംബന്ധിച്ചും അപകടകരമാകും എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ വന്നാൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? ഭരണം കിട്ടാത്ത അവസ്ഥയിൽ ദീർഘവീക്ഷണത്തോടെ നോക്കിയാൽ പിണറായി വിജയന് പകരം പിൻഗാമികളെ നിശ്ചയിക്കുന്നതാകും പാർട്ടിക്ക് നല്ലത്. മികച്ച തുടർച്ചയ്ക്കായി വിജയിച്ചു വന്നാൽ KK ശൈലജ ടീച്ചറോ KN ബാലഗോപാലോ P രാജീവോ ഒക്കെ ആകും. ഭരണം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷത്താകുമ്പം ഇവരിൽ എത്ര ആളുകൾ വിജയിച്ചു കയറും എന്നുള്ളത് കൂടി പ്രശ്നമാണല്ലോ. വലിയ തരംഗമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ. ഇനി അതുമല്ലെങ്കിൽ TP രാമകൃഷ്ണനെ പോലുള്ള സൗമ്യ മുഖങ്ങളും ഉണ്ട്. അങ്ങനെ പല വഴികളാണ്. ഇനി ഒരു വൻ തരംഗത്തിൽ രണ്ടാം നിരയിലെ വൻമരങ്ങളെല്ലാം കടപുഴകിയാൽ പിണറായി വിജയൻ തന്നെ വീണ്ടും വരേണ്ടി വരും. പിണറായി എന്തായാലും തോക്കാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലില്ല. എന്നാൽ അമിത പ്രതീക്ഷയൊന്നും തെരഞ്ഞെടുപ്പാനന്തരം പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിലും വിജയസാധ്യത തന്നെയാണ് അവരുടെ മുന്നിലുള്ള ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനം LDF-ൻ്റെ. ഇനി UDF-ൻ്റെ കാര്യമാണ്. ഫലം വരും മുമ്പേ ഭരണം ഉറപ്പിച്ച മട്ടിലാണ് അവരുടെ മുന്നോട്ട് പോക്ക്. ഇത്തവണയും കിട്ടിയില്ലെങ്കിൽ പാർട്ടി നിലനിൽക്കില്ല എന്ന സിദ്ധാന്തപ്രകാരമാണ് അവർ ഇക്കാലം അത്രയും മുന്നോട്ട് പോയത്. അതുകൊണ്ട് ചില മോട്ടിവേഷൻ പ്രാസംഗികർ വന്ന് പറയും പോലെ ഭരണം കിട്ടി എന്ന് വിശ്വസിക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക എന്നതായിരുന്നു അവരുടെ രീതി. നിങ്ങൾ കോടീശ്വരനായി എന്ന് വിചാരിക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക, അപ്പോൾ അതിലേക്ക് എത്തും എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. അങ്ങനെ കണക്കുകളോ തിയറികളോ അല്ല അവരെ നയിച്ചത്. ഭരണം കിട്ടും, ഇല്ലെങ്കിൽ പ്രളയം എന്നതാണ്. ഭരണം കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് മുതൽ തോറ്റാൽ തലമുട്ടയടിച്ച് കമ്മലിട്ട് റോട്ടിലൂടെ നടക്കുമെന്ന് PV അൻവർ പറഞ്ഞതുവരെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അവരുടെ സമീപനത്തിൻ്റെ. പരീക്ഷ എഴുതി തോൽക്കുന്നത് പോലെയോ ഗുസ്തി മത്സരത്തിലെ ബെറ്റ് പരിപാടി പോലെയോ ഒക്കെ വളരെ വ്യക്തിപരമായ എന്തോ നേട്ടത്തിൻ്റെ കാര്യമായി രാഷ്ട്രീയത്തെ ആഖ്യാനം ചെയ്തതാണ് കണ്ടത്. അങ്ങനെ പറഞ്ഞാൽ കുറച്ച് വോട്ട് കൂടുതൽ കിട്ടും, പിന്തുണ കൂടുതൽ കിട്ടും എന്നുള്ള എന്തോ ധാരണ പുറത്ത്. അതെല്ലാം വലിയ ഹീറോയിസമായി വാഴ്ത്തപ്പെടുകയും ചെയ്തു. ആ പാരലൽ ലോകത്തിൽ മാധ്യമങ്ങളുടെ കടുത്ത പിന്തുണയും അവർക്കുണ്ടായി. പിന്നാലെ വന്ന എക്സിറ്റ് പോളുകളിൽ അത്രയ്ക്കില്ലെങ്കിലും കുറേ അധികം ആത്മവിശ്വാസം അവർക്ക് ലഭിച്ചു. KPCC ഓഫീസിൽ പന്തൽ വരെ ഇട്ടു തുടങ്ങിയെന്ന വാർത്തകൾ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഭരണം കിട്ടിയാൽ UDF-ൽ കോൺഗ്രസിൽ ആരാകും മുഖ്യമന്ത്രി എന്നതാണ് മറ്റൊരു പ്രധാന ചോദ്യം. VD സതീശൻ പറവൂരിൽ നിന്ന് തലസ്ഥാനത്തേക്ക് മടങ്ങുന്നത് ഒരു വൈദികൻ്റെ മുഖ്യമന്ത്രിയായി മടങ്ങി വരുന്നു എന്ന ആശംസ സ്വീകരിച്ചുകൊണ്ടാണ്. ഘടകകക്ഷികളുടെ എല്ലാം പിന്തുണ സതീശൻ ഉറപ്പാക്കി കഴിഞ്ഞു. ലീഗും കേരള കോൺഗ്രസും അടക്കം മാധ്യമ ചർച്ചകളിലും സ്റ്റാർ അവതാരകരെല്ലാം സതീശനുള്ള പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ഒരു നിര തന്നെ സതീശനൊപ്പമുണ്ട്. പക്ഷേ ആഭ്യന്തരമായി MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ കിട്ടുമോ എന്ന ആശങ്ക ഇപ്പോഴും ബാക്കിയാണ്. ഇനി രണ്ടാമതായി രമേശ് ചെന്നിത്തല രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നുണ്ട്. സീനിയോറിറ്റി പരിഗണിച്ച് ചെന്നിത്തലയ്ക്കാണ് സാധ്യതയെന്ന് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് കരുതുന്നു. എന്നാൽ ആദ്യം തന്നെ രംഗത്തിറങ്ങിയ KC ക്യാമ്പ് ഇപ്പോൾ മൗനത്തിലാണ്. ഭൂരിപക്ഷത്തിൻ്റെ തോതനുസരിച്ചായിരിക്കും KCയുടെ വരവിൻ്റെ സാധ്യത. കുറഞ്ഞ ഭൂരിപക്ഷമാണെങ്കിൽ ഒരു MLA-യെ രാജിവെപ്പിച്ച് റിസ്ക് എടുക്കാൻ പാർട്ടി തയ്യാറാകില്ല. അത് സെൻസിബിളായ തീരുമാനമായിരിക്കില്ല എന്ന് KCക്കും അറിയാം. അതുകൊണ്ട് വളരെ 2-3 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ KC വരാനുള്ള ഒരു സാധ്യതയും ഇല്ല. എന്നാൽ കൂടുതൽ സീറ്റ് നേടുന്ന ഘട്ടത്തിൽ അതിനുള്ള സാധ്യത വരും. ഇല്ലെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആവും എന്ന് KCക്ക് അറിയാം. അതുകൊണ്ട് സീറ്റ് കുറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിൽ UDF വരുന്നത് KCക്ക് സാധ്യത ഇല്ലാതാക്കും. അപ്പോൾ KC VD-ക്കാണോ ചെന്നിത്തലയ്ക്കാണോ പിന്തുണ നൽകുക എന്ന ചോദ്യമുണ്ട്. അത് VD സതീശനായിരിക്കുമെന്ന് ചിലർ വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ വന്നാൽ KC വാദികളായ ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് അടക്കം VD സതീശനൊപ്പം നിൽക്കുമോ എന്നതിലും സംശയമുണ്ട്. ചെന്നിത്തലയ്ക്ക് അവിടെയും സാധ്യത കൂടുതലാണ്. A ഗ്രൂപ്പിലെ MLA-മാർ വിഷ്ണുനാഥും തിരുവഞ്ചൂരും അടക്കമുള്ള മുതിർന്നവരുടെ നിലപാടും നിർണായകമാകും. ചുരുക്കത്തിൽ അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കടുത്ത മത്സരത്തിന് അരങ്ങ് റെഡിയാണ് UDF-ൻ്റെ അരങ്ങ് എന്നർത്ഥം. ഇനി കിട്ടിയില്ലെങ്കിലോ? അതാണ് അടുത്ത ഭാഗം. പ്രതിപക്ഷത്തായാൽ എന്ത് സംഭവിക്കും? അവിടെയാണ് പുതിയ തലമുറയ്ക്കുള്ള സാധ്യത രൂപപ്പെടുക. അധികാരം കിട്ടാത്ത അവസ്ഥയിൽ കഴിഞ്ഞ തവണ സ്വീകരിച്ച ഒരു രീതി അനുസരിച്ച് പ്രതിപക്ഷ നേതാവായ VD സതീശന് തുടരാൻ കഴിയില്ല. ചെന്നിത്തലയെ മാറ്റിയതുപോലെ പരാജയപ്പെട്ട മുന്നണിയുടെ നേതാവ് എന്നുള്ള നിലയിൽ VD സതീശനെ മാറ്റും. പകരം ആര് വരും? സീനിയോറിറ്റി കണക്കാക്കി തിരുവഞ്ചൂർ മുതൽ PC വിഷ്ണുനാഥ് വരെ രംഗത്തുണ്ട്. അവിടെ വിഷ്ണുനാഥൊക്കെ വരികയാണെങ്കിൽ പുതിയ തലമുറ എന്ന നിലയിലും വരുന്നുണ്ട്. അവരിൽ ഒരാൾ പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസ് കഴിഞ്ഞ 5 കൊല്ലം സ്വീകരിച്ച അതിതീവ്രമായ ശൈലി അപ്പോൾ സ്വാഭാവികമായും വിമർശിക്കപ്പെടും. VD
VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ആക്രാമകമായൊരു ശൈലി അത് ഉപേക്ഷിക്കുക. കാരണം കോൺഗ്രസിൻ്റെ പാരമ്പര്യ രീതിയല്ല ആയിരുന്നു അത്. CPM ഒക്കെ പണ്ട് ഉപേക്ഷിച്ച ഒരു ശൈലിയാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന വല്ലാത്ത രീതിയിലുള്ള ഒരു എക്സെൻട്രിക് ആയ ശൈലി. അപ്പോൾ അത് ഉപേക്ഷിച്ച് പഴയ ശൈലിയിലേക്ക് വീണ്ടും കടക്കേണ്ടി വരും. അവിടെ ചില മാറ്റങ്ങളോടെ വലിയ നേതാവ് വേണമെങ്കിൽ വരാം. ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് സാധ്യത അങ്ങനെയാണെങ്കിൽ കൂടുതലാണ്. വളരെ മിതവാദിയായ എല്ലാ സമവായത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾ എന്നുള്ളതിൽ അതിൽ തന്നെ വിഷ്ണുനാഥൊക്കെ ആ ശൈലിയുള്ള ആളാണ്. പക്ഷേ അവരുടെ ആഭ്യന്തരമായി അവരുടെ നിലപാട് വ്യത്യസ്തമാണ് ഗ്രൂപ്പിൻ്റെ കാര്യത്തിലൊക്കെ. എന്തായാലും UDF അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ ഭരണം കിട്ടുന്നതിലും വലിയ സംഭവവികാസങ്ങൾക്ക് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കും. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇനി BJPയുടെ സ്ഥിതിയാണ്. BJP പരമ്പരാഗത രീതി വിട്ട് നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. വോട്ട് ശതമാനത്തിനപ്പുറത്ത് സീറ്റ് പിടിക്കുക എന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിലുള്ള BJPയുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇത്തവണ BJPക്ക് ശതമാനക്കണക്കിൽ വോട്ട് കുറയാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ കുറഞ്ഞാലും അതിശയിക്കേണ്ടതില്ല. കഴിഞ്ഞ കുറേ കാലമായി അവർ ഓരോ ഘട്ടവും ശതമാനം കൂട്ടിക്കൂട്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇത്തവണ അതിൽ കുറഞ്ഞാലും അതിശയിക്കേണ്ടതില്ല. അവർ ജയിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മഞ്ചേശ്വരത്ത് പോലും വിജയിക്കാൻ വേണ്ടി ഉള്ള ശ്രദ്ധയിലേക്ക് അവർ സംസ്ഥാന നേതൃത്വം ശ്രദ്ധ കൊടുത്തില്ല എന്ന് വേണം കരുതാം. പകരം നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ, ചിറയൻകീഴ്, തിരുവല്ല തുടങ്ങി 10-ൽ താഴെ പ്രത്യേകമായി സെലക്ട് ചെയ്ത സീറ്റുകളിൽ വിജയിക്കാനുള്ള നീക്കമാണത്രേ പ്രധാനമായി നടത്തിയത്. പ്രധാനമന്ത്രിയുടെ പിന്തുണയോടുകൂടി നടത്തിയത്. ഒരു സീറ്റെങ്കിലും നേടുക, കൂടിയാൽ 3 സീറ്റ് വരെയെങ്കിലും നേടുക എന്നത് അവർ അർപ്പിച്ച പ്രതീക്ഷയാണ്. അവിടെ വിട്ടുപോയ ചില സീറ്റുകളിൽ 2 പ്രധാനമാണ്. പൂഞ്ഞാറും പാലയും. അവിടെ PC ജോർജും മകൻ ഷോൺ ജോർജും മത്സരിച്ച മണ്ഡലങ്ങൾ. ഇത് ദേശീയ നേതൃത്വത്തിൻ്റെ തന്നെ ശ്രദ്ധയിൽ ഉള്ള മണ്ഡലങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. ഈ സമീപനം, അതായത് സീറ്റ് നേടുക, ശതമാനം എല്ലായിടത്തും മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ പ്രത്യേക സ്ഥലത്ത് ശ്രദ്ധിച്ച് വിജയിക്കുക എന്ന ഈ സമീപനം നിമിത്തം മറ്റ് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും BJPയുടെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നത് LDFൻ്റെയും UDFൻ്റെയും വിജയസാധ്യതയും ബാധിക്കും. സീറ്റ് നേടിയാൽ അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ തന്ത്രത്തിൻ്റെ വിജയമായി എന്തായാലും കണക്കാക്കപ്പെടും. എന്നാൽ വോട്ട് ശതമാനം കുറയുകയും സീറ്റുകൾ നേടാതെ പോവുകയും ഒക്കെ ഒന്നിച്ച് തിരിച്ചടിയായി വന്നാൽ കനത്ത തിരിച്ചടിയോടെ BJPക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ അത്യധ്വാനം ചെയ്യേണ്ടി വരും. K. സുരേന്ദ്രനെ പോലുള്ളവരുടെ നേതൃത്വം ഉണ്ടാക്കിയെടുത്ത അടിത്തറ ഉലച്ചു കളഞ്ഞ ലീഡർഷിപ്പായി രാജീവ് ചന്ദ്രശേഖറിൻ്റേത് വിലയിരുത്തപ്പെടും. ഇപ്പോൾ തന്നെ അതൃപ്തിയിൽ നിൽക്കുന്ന സുരേന്ദ്രനെ പോലെ അടക്കമുള്ള ആളുകളുടെ അനുയായികൾ അത് പരസ്യമാക്കുന്ന അവസ്ഥയിലേക്ക് വരും. എന്നാൽ നേട്ടമുണ്ടായാൽ തിരിച്ചും രാജീവ് ചന്ദ്രശേഖറിൻ്റെ അപ്രമാദിത്വം, അദ്ദേഹത്തിൻ്റെ വരവ് വിജയകരമാണ് എന്ന് സ്ഥാപിക്കപ്പെടും. ചുരുക്കത്തിൽ മറ്റേതൊരു തെരഞ്ഞെടുപ്പ് കാലത്തും ഇല്ലാത്തതുപോലെ നേതൃത്വങ്ങൾക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഫലമാണ് വരാൻ പോകുന്നത്. കൂടിയ സാധ്യതയോ കുറഞ്ഞ സാധ്യതയോ ആർക്കും പ്രത്യേകമായി ഒരു ആനുകൂല്യമായി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. 3ാം തുടർ ഭരണത്തിനായി LDF മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഒരു ഭരണവിരുദ്ധ വികാരം വ്യാപകമായി നേരിടേണ്ടി വന്നിട്ടില്ല എന്നത് അവരെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. എന്നാൽ പഴയതിനേക്കാളും ഊർജ്ജസ്വലമായി എന്ന UDFനുള്ള പ്രതീക്ഷയും അവിടെ നിൽക്കുന്നു. BJPക്കും സീറ്റ് നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം. എല്ലാം പ്രതീക്ഷകളാണ്. സത്യമാകാൻ വോട്ടെണ്ണി കഴിയണം. അപ്പോഴേ ഇട്ട പന്തലുകളുടെ ഭാവി പ്രവചിക്കാനാകൂ. പന്തലുകൾ ആരിട്ടാലും ഇക്കാലത്ത് വെറുതെയല്ല, ചൂടിന് ലേശം തണലാകും എന്നത് ഒരു വസ്തുതയാണ്. ഓരോ പന്തലും ഓരോ ആശ്വാസ തണലായി മാറട്ടെ. മണിക്കൂറുകളെ ഇനി വേണ്ടതുള്ളൂ. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.